ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസർ ഗ്രേഡ് 2ൻ്റെ 6th ക്ലാസ്സാണിത്. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ ആൻഡ് ഫസ്റ്റ് എയ്ഡ് ഫോർ ഡ്രൗണിംഗ് ആണ്. ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ടോപ്പിക്കാണ്. അതുകൊണ്ടാണ് ഫസ്റ്റ് എയ്ഡ് ഫോർ ഡ്രൗണിംഗ് എന്ന ടോപ്പിക്കും കൂടി ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. നമുക്ക് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ എന്താണെന്ന് നോക്കാം. Artificial respiration. Artificial respiration, also known as assisted ventilation or mechanical ventilation, is a medical intervention that helps a person breathe when they are unable to do so their own. അപ്പോൾ എന്താ, ഒരാൾക്ക് സ്വയമേ ആൾക്ക് ബ്രീത്ത് എടുക്കാൻ വേണ്ടി പറ്റാത്ത അല്ലെങ്കിൽ ശ്വാസം എടുക്കാൻ പറ്റാത്ത ഒരു സമയത്ത് നമ്മൾ ആളെ ബ്രീത്ത് എടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. ആ ഒരു പ്രോസസ്സിൻ്റെ പറയുന്ന പേരാണെന്ത്? ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ. ഇറ്റ് ഇൻവോൾവ്സ് യൂസിങ് എ ഡിവൈസ് ടു ഡെലിവർ ഓക്സിജൻ റിച്ച് എയർ ഇൻ ടു ദ ലങ്സ് ആൻഡ് റിമൂവ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പം ഇതിലെന്താണ് ഉൾപ്പെടുന്നത്? ഒരു ഡിവൈസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഓക്സിജൻ ഉള്ളിലേക്ക് എടുക്കാനും അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ഔട്ട് ചെയ്യാനും ഒരു ഡിവൈസ് നമ്മളിതിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. Artificial respiration is used in various situations such as cardiac arrest, respiratory failure, anesthesia, neonatal care. അപ്പം ഇത്രയും അടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ആദ്യമുള്ളത് കാർഡിയാക് അറസ്റ്റ്, ടു മെയിൻറ്റെയിൻ ഓക്സിജനേഷൻ ആൻഡ് വെന്റിലേഷൻ ഡ്യൂറിങ് CPR. അപ്പം എന്ത് ചെയ്യുക? ഓക്സിജനേഷനും അതുപോലെ തന്നെ വെന്റിലേഷനും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ റെസ്പിറേറ്ററി ഫെയിലിയർ ഉണ്ടാകുന്ന സമയത്ത് എന്ന് വെച്ചാൽ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്, ന്യൂമോണിയ, ദെൻ റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം, ഇതൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കാറുണ്ട്. ദെൻ അനസ്തേഷ്യ ടു കൺട്രോൾ വെന്റിലേഷൻ ഡ്യൂറിങ് സർജറി. അപ്പം സർജറി ടൈമിൽ വെന്റിലേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ സമയത്ത് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കുന്നുണ്ട്. ദെൻ നിയോനാറ്റൽ കെയർ ടു സപ്പോർട്ട് ബ്രീതിങ് ഇൻ ന്യൂ ബോൺസ് വിത്ത് റെസ്പിറേറ്ററി ഡിസ്ട്രസ്. അപ്പം റെസ്പിറേറ്ററി ഡിസ്ട്രസ് ഉള്ള കുഞ്ഞുങ്ങൾക്ക്, ന്യൂ ബോൺസിന് അവരുടെ ബ്രീതിങ്ങിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ സമയത്ത് എന്ത് കൊടുക്കുന്നുണ്ട്? ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കുന്നുണ്ട്. ഓവറോൾ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ ഈസ് എ ലൈഫ് സേവിംഗ് ഇൻ്റർവെൻഷൻ ദറ്റ് ഹെൽപ്സ് മെയിൻറ്റെയിൻ adequate oxygenation and ventilation when a person's natural breathing is compromised. അപ്പോൾ എന്താ പറയുന്നത്? ഒരാൾക്ക് നാച്ചുറലായിട്ട് ആൾക്ക് ബ്രീത്ത് എടുക്കാൻ വേണ്ടി പറ്റാത്ത ഒരവസ്ഥയിൽ ആളുടെ ഓക്സിജനേഷനും വെന്റിലേഷനും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു കൊടുക്കുന്ന ഒരു ലൈഫ് സേവിങ് ആയിട്ടുള്ള ഒരു മെത്തേഡിനെയാണ് പറയുന്ന പേരാണ് എന്ത്? ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. ഇനി മെത്തേഡ്സ് ഓഫ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ. ആർട്ടിഫിഷ്യൽ റെസ്പിറേഷന് 2 മെത്തേഡ്സ് ആണ് ഉള്ളത്. മാനുവൽ മെത്തേഡും ആൻഡ് സെക്കൻഡ് ഈസ് മെക്കാനിക്കൽ മെത്തേഡ്. സോ ഇതിന് മാനുവൽ മെത്തേഡ്സിൽ വരുന്നതാണ് മൗത്ത് ടു മൗത്ത് റെസൂസിയേഷൻ, ദെൻ മൗത്ത് ടു നോസ്, ദെൻ ഹോൾഗർ നീൽസൺ മെത്തേഡ്, സിൽവസ്റ്റർ മെത്തേഡ് ആൻഡ് ഷാഫേഴ്സ് മെത്തേഡ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് മാനുവൽ മെത്തേഡ്സിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. നെക്സ്റ്റ് വരുന്നതാണ് മെക്കാനിക്കൽ മെത്തേഡ്. മെക്കാനിക്കൽ മെത്തേഡിൽ വരുന്നത് പോസിറ്റീവ് പ്രഷർ വെന്റിലേറ്റേഴ്സ്, നെഗറ്റീവ് പ്രഷർ വെന്റിലേറ്റർ, ദെൻ ബാഗ് വാൽവ് മാസ്ക്, BVM വെന്റിലേറ്റർ, ദെൻ കണ്ടിന്യൂസ് പോസിറ്റീവ് എയർവേ പ്രഷർ, CPAP വെന്റിലേറ്റർ, ബൈ ലെവൽ പോസിറ്റീവ് എയർവേ പ്രഷർ, BIPAP വെന്റിലേറ്റേഴ്സ്. ഓക്കെ, അപ്പം ഇത്രയാണ് മെക്കാനിക്കൽ മെത്തേഡ്സിൽ വരുന്നത്. സോ നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഒരു മാനുവൽ മെത്തേഡ്സിനെയും മെക്കാനിക്കൽ മെത്തേഡ്സിനെയും ചെറിയൊരു എക്സ്പ്ലനേഷനാണ് വരുന്നത്. ഫസ്റ്റ് മാനുവൽ മെത്തേഡിൽ ആദ്യം നമ്മൾ പറഞ്ഞത് മൗത്ത് ടു മൗത്ത് റെസൂസിയേഷനാണ്. മൗത്ത് ടു മൗത്ത് എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു വേർഡിൽ തന്നെയുണ്ട് എന്താ? ശ്വാസം കിട്ടാത്ത ആൾക്ക് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഡയറക്റ്റ് മൗത്തിലൂടെ തന്നെ നമ്മൾ ശ്വാസം കൊടുക്കുന്ന ആ ഒരു പ്രൊസീജിയറിൻ്റെ പേരാണ് മൗത്ത് ടു മൗത്ത് റെസൂസിയേഷൻ. ഇനി മൗത്ത് ടു നോസ് റെസൂസിയേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ആ ഒരു ശ്വാസം കിട്ടാത്ത ആളുടെ നോസിലൂടെ നമ്മൾ ആൾക്ക് ശ്വാസം കൊടുക്കുന്ന ആ ഒരു പ്രൊസീജിയറിനെ പറയുന്ന പേരാണ് മൗത്ത് ടു നോസ് റെസൂസിയേഷൻ. മെയിൻലി നമ്മൾ ചെറിയ കുഞ്ഞുങ്ങളിലാണ് ഇത് മെയിൻലി യൂസ് ചെയ്യുന്നത്. ഇനി ഹോൾഗർ നീൽസൺ മെത്തേഡ്, ചെസ്റ്റ് കംപ്രഷൻ ആൻഡ് മാനുവൽ ലങ് ഇൻഫ്ലേഷൻ എന്ന് വെച്ചാൽ ചെസ്റ്റ് കംപ്രഷൻ കൊടുക്കുക, ചെസ്റ്റ് നമ്മൾ നന്നായിട്ട് പ്രസ് ചെയ്യുക, കംപ്രഷൻസ് കൊടുക്കുക. ആൻഡ് അതുപോലെ തന്നെ അത് കാരണം എന്തുണ്ടാവും? ലങ് ഇൻഫ്ലേറ്റ് ചെയ്യും, അതുപോലെ തന്നെ എക്സ്പാൻഡ് ചെയ്യും, അതുപോലെ തന്നെ എന്ത് ചെയ്യും? കൺട്രാക്ട് ചെയ്യും. നമ്മൾ ആ ഒരു ചെസ്റ്റ് കംപ്രസ് ചെയ്യുന്ന സമയത്ത് ചെസ്റ്റിലേക്ക് 2 കൈയും പാം രണ്ടും നമ്മൾ നെഞ്ചത്ത് വെച്ച് നമ്മൾ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സംഭവമാണ് ചെസ്റ്റ് കംപ്രഷൻ എന്ന് പറയുന്നത്. നമ്മൾ CPR പഠിക്കുന്നുണ്ട്, അപ്പോൾ അത് കുറച്ചും കൂടി ക്ലിയർ ആവും. ഇനി സിൽവസ്റ്റർ മെത്തേഡ്, ആം ലിഫ്റ്റ് ആൻഡ് മാനുവൽ ലങ് ഇൻഫ്ലവേഷൻ. അവിടെ എന്താ ചെയ്യുന്നത്? നമ്മൾ ആംസ് ഒക്കെ ലിഫ്റ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു പ്രൊസീജിയറാണ് അവിടെ വരുന്നത്. നെക്സ്റ്റ് അത് കാരണം എന്തുണ്ടാവും? അവിടെ എക്സ്പിറേഷനും അതുപോലെ ഇൻഹലേഷനും അത് കാരണം നടക്കും. ഇനി ഷാഫേഴ്സ് മെത്തേഡ്, ബാക്ക് സ്ലാബ്സ് ആൻഡ് മാനുവൽ ലങ് ഇൻഫ്ലേഷൻ. അവിടെ എന്താ ചെയ്യുന്നത്? നമ്മുടെ ബാക്കിൽ കമിഴ്ത്തി കിടത്തിയിട്ട് ബാക്കിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രഷർ കൊടുക്കുന്നത്. അങ്ങനെ ആ സമയത്ത് എന്ത് നടക്കും? അവിടെ ഇൻഫ്ലേഷൻ അതുപോലെ തന്നെ എക്സ്പിറേഷനൊക്കെ അവിടെ നടക്കുന്നു. അങ്ങനെ ആണ് ഇത്രയും കാര്യങ്ങളാണ് ഈ മാനുവൽ മെത്തേഡ്സിൽ വരുന്നത് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ്റെ. ഇനി മെക്കാനിക്കൽ മെത്തേഡ്സ് നോക്കാം. പോസിറ്റീവ് പ്രഷർ വെന്റിലേറ്റർ, ഡെലിവർ എയർ ഇൻ ടു ദ ലങ്സ് ത്രൂ എ മാസ്ക് ഓർ എൻഡോട്രക്കിയൽ ട്യൂബ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്വാസം മുട്ടാത്തൊരു സമയത്ത് നമ്മളൊരു മാസ്ക് അല്ലെങ്കിൽ ഒരു ട്യൂബ് വെച്ചിട്ട് ലങ്സിലേക്ക് നമ്മൾ ശ്വാസം കൊടുക്കുന്നു അല്ലെങ്കിൽ എയർ
കൊടുക്കുന്നു. ആ സംഭവത്തിനെ പറയുന്ന പേരാണ് പോസിറ്റീവ് പ്രഷർ വെന്റിലേറ്റർ എന്ന് പറയുന്നത്. നെഗറ്റീവ് പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ക്രിയേറ്റ് നെഗറ്റീവ് പ്രഷർ അറൗണ്ട് ചെസ്റ്റ് ടു എക്സ്പാൻഡ് ലങ്സ്. അപ്പോൾ ലങ്സ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു നെഗറ്റീവ് പ്രഷർ ചെസ്റ്റിലേക്ക് കൊടുക്കുന്നത്. അതിനെ പറയുന്ന ആ ഒരു സംഭവത്തിന് പറയുന്ന പേരാണ് എന്ത്? നെഗറ്റീവ് പ്രഷർ വെന്റിലേറ്റർ എന്ന് പറയുന്നത്. ഇനി ബാഗ് വാൽവ് മാസ്ക്, BVM വെന്റിലേറ്റേഴ്സ്, ഹാൻഡ് ഹെൽഡ് ഡിവൈസ് ദാറ്റ് ഡെലിവർ എയർ ഇൻ ടു ദ ലങ്സ് ത്രൂ എ മാസ്ക്. അപ്പോൾ ഒരു മാസ്കിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ എയർ ഡെലിവർ ലങ്സിലേക്ക് എയർ കൊടുക്കുന്ന ഒരു വെന്റിലേറ്ററാണ് ഈ ബാഗ് വാൽവ് മാസ്ക് എന്ന് പറയുന്നത്. ഇനി കണ്ടിന്യൂസ് പോസിറ്റീവ് എയർ വേ പ്രഷർ വെന്റിലേറ്റർ ഡെലിവറി കോൺസ്റ്റന്റ് ഫ്ലോ ഓഫ് എയർ പ്രഷർ ഇൻ ടു ദ ലങ്സ് ത്രൂ എ മാസ്ക്. ഇതെന്ന് പറയുന്നത് എന്താണ്? ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു എയർ പ്രഷർ മാനേജ് ചെയ്തിട്ട് ആ ഒരു പ്രഷറിൽ എയർ നമ്മുടെ ലങ്സിലേക്ക് കൊടുക്കുന്നത് ഒരു മാസ്കിലൂടെയാണ് കൊടുക്കുന്നത്. അങ്ങനെ പ്രൊസീജിയറിനെ പറയുന്ന പേരാണ് എന്ത്? കണ്ടിന്യൂസ് പോസിറ്റീവ് എയർ വേ പ്രഷർ വെന്റിലേറ്റർ. നെക്സ്റ്റ് ബൈ ലെവൽ പോസിറ്റീവ് എയർ വേ പ്രഷർ വെന്റിലേറ്റർ ഡെലിവർ ടു ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് എയർ പ്രഷർ, വൺ ഫോർ ഇൻഹലേഷൻ ആൻഡ് ലോവർ പ്രഷർ ഫോർ എക്സ്ഹലേഷൻ. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ബൈ ലെവൽ പോസിറ്റീവ് എയർ വേ എന്ന് വെച്ചാൽ 2 ലെവൽസിലുള്ള എന്ത് കൊടുക്കുന്നുണ്ട്? എയർ പ്രഷർ കൊടുക്കുന്നുണ്ട്. അപ്പം ആദ്യത്തെ എന്ന് പറയുന്നത് എന്താ? ഒരു ഹൈ പ്രഷർ കൊടുത്തിട്ട് അവിടെ നിന്ന് നടക്കുന്നുണ്ട് ഇൻഹലേഷൻ നടക്കുന്നുണ്ട്. ആൻഡ് ഒരു ലോ പ്രഷർ കൊടുത്തിട്ട് അവിടെ എന്ത് നടക്കുന്നുണ്ട്? എക്സ്ഹലേഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ബൈ ലെവൽ പോസിറ്റീവ് എയർ വേ പ്രഷർ വെന്റിലേറ്റർ എന്ന് പറയുന്നത്. 2 ടൈപ്സ് ഓഫ് എയർ പ്രഷർ കൊടുക്കുന്നുണ്ട്, ലോവറും അതുപോലെ തന്നെ ഹയറും. ഹയർ പറയുമ്പം അവിടെ ഇൻഹലേഷൻ നടക്കും, ലോവർ പ്രഷർ വരുമ്പോൾ അവിടെ എന്ത് നടക്കും? എക്സ്ഹലേഷൻ നടക്കും. സോ മെക്കാനിക്കൽ മെത്തേഡ്സിൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഏതൊക്കെ ടൈപ്സ് ആണ് വരുന്നതെന്ന് ഓർത്ത് വെക്കുക. ആൻഡ് ഏതൊക്കെ ടൈപ്സ് ആണ് മെക്കാനിക്കൽ മെത്തേഡ്സിൽ വരുന്നത്, ഏതൊക്കെയാണ് മാനുവൽ മെത്തേഡ്സിൽ വരുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതുകൊണ്ട് അതൊക്കെ നന്നായിട്ട് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് മാനുവൽ മെത്തേഡ്സിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. കുറച്ച് മെത്തേഡ്സ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അതിൽ മൗത്ത് ടു മൗത്ത് റിസോസിയേഷൻ ആണ് ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത്. മൗത്ത് ടു മൗത്ത് മെത്തേഡാണ്. ദ മൗത്ത് ടു മൗത്ത് മെത്തേഡ്, ഓൾസോ നോൺ ആസ് മൗത്ത് ടു മൗത്ത് റിസോസിയേഷൻ, ഇസ് എ ടെക്നിക് യൂസ്ഡ് ടു പ്രൊവൈഡ് artificial respiration to a person who is not breathing or having trouble breathing. Here is a step by step guide. So mouth to mouth method എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. മൗത്തിലെ കൂടി നമ്മൾ ശ്വാസം കൊടുക്കുന്ന ഒരു പ്രൊസീജിയറിനെ പറയുന്ന പേരാണ് ഈ മൗത്ത് ടു മൗത്ത് മെത്തേഡ് എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് കൊടുക്കുന്നത്, ഇതിൻ്റെ സ്റ്റെപ്സ് എങ്ങനെയൊക്കെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്റ്റെപ്സിൽ ഫസ്റ്റ് പൊസിഷൻ ഓഫ് ദ പേഴ്സൺ. എങ്ങനെയാണ് പൊസിഷൻ വേണ്ടത്? പ്ലേസ് ദ പേഴ്സൺ ഓൺ ദർ ബാക്ക് ഓൺ എ ഫ്രിം ഫ്ലാറ്റ് സർഫേസ്. സോ പൊസിഷൻ എങ്ങനെയായിരിക്കണം? ആളുടെ പുറകുവശം ഏതെങ്കിലും ഉറപ്പായ ഒരു സ്ഥലത്ത് ആളെ കടത്തിയിട്ട് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫേസിൽ പുറംഭാഗം അവിടെ തട്ടുന്ന രീതിയിൽ വേണം കിടത്താൻ വേണ്ടിയിട്ട്. നല്ല നിവർത്തി കിടത്തുക. ഇനി നെക്സ്റ്റ് പറയുന്നത് ടിൽറ്റ് ദ ഹെഡ് മുകളിലേക്ക് ആക്കുക. ഹെഡ് ഒന്ന് ടിൽറ്റ് ചെയ്യുക. അതുപോലെ എങ്ങോട്ടേക്ക്? ബാക്കിലേക്ക് ടിൽറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഹെഡ് ബാക്കിലേക്ക് ടിൽറ്റ് ചെയ്തിട്ട് നമ്മുടെ ചിന്ന് എന്ന് വെച്ചാൽ കവൾ എന്ത് ചെയ്യുക? ഒന്ന് ലിഫ്റ്റ് ചെയ്ത് കൊടുക്കുക. കാരണം എയർ നന്നായിട്ട് കിടക്കാൻ വേണ്ടി അവരുടെ ആ ഒരു എയർ വേ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്, ഈ ഒരു സ്റ്റെപ്പ് പറയുന്നത്. ഇനി പിഞ്ച് ദ നോസ് എന്ന് വെച്ചാൽ നമ്മൾ ഓക്സിജൻ കൊടുക്കുമ്പോൾ നമ്മൾ ആ ഒരു എയർ കൊടുക്കുന്ന സമയത്ത് നോസിലൂടെ ആ എയർ പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നോസ് എന്ത് ചെയ്യുക? അടയ്ക്കുക. ഇനി വരുന്നത് എന്താ? ഗിവ് ബ്രെത്ത്. ബ്രെത്ത് എങ്ങനെ കൊടുക്കുന്നത്? 2 ബ്രെത്താണ് നമ്മൾ കൊടുക്കേണ്ടത്. അത് ഒരു ബ്രെത്ത്, ആ 2 ബ്രെത്തിൽ ഓരോ ബ്രെത്തും എന്ത് ചെയ്യണം? 1 സെക്കൻഡ് ആയിരിക്കണം അതിൻ്റെ ലാസ്റ്റിംഗ് എന്ന് വെച്ചാൽ അത് 1 സെക്കൻഡ് ആയിരിക്കണം ആ ഒരു ബ്രെത്ത് നമ്മൾ കൊടുക്കേണ്ടത്. എന്നിട്ട് എന്ത് ചെയ്യുക? ആളുടെ ചെസ്റ്റ് റൈസ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഇനി എന്ത് ചെയ്യുക? 2 ബ്രെത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? അവർ തന്നെത്താനെ ബ്രീത്ത് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കുക. ഇനി ആൾ നന്നായിട്ട് ബ്രീത്ത് ചെയ്യുന്നില്ല, ആൾ ബ്രീത്ത് എടുക്കുന്നില്ല എന്നാണെങ്കിൽ എന്ത് ചെയ്യുക? നമ്മൾ ഈ ചെയ്ത ഒരു പ്രൊസീജിയർ 12 മുതൽ 20 ടൈംസ് വരെ നമ്മൾ ഇത് എന്ത് ചെയ്യുക? കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ ഇതാണ് എന്ത് പറയുന്നത്? നമ്മുടെ ഈ മൗത്ത് ടു മൗത്ത് റിസോസിയേഷൻ്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. സോ നമുക്കൊന്നും കൂടി നോക്കാം. സ്റ്റെപ്സ്: പൊസിഷൻ ദ പേഴ്സൺ, പ്ലേസ് ദ പേഴ്സൺ ഓൺ ദർ ബാക്ക് ഓൺ എ ഫ്രിം ഫ്ലാറ്റ് സർഫസ്. ഫ്രിം എന്ന് വെച്ചാൽ ഒരു ഉറപ്പായ ഒരു ഇടത്തുനിന്നാണ് അതിൻ്റെ അർത്ഥം. ഉറപ്പായിട്ടുള്ള ഒരിടത്ത് കിടത്തുക, ഫ്ലാറ്റ് സർഫസിൽ കിടത്തുക. ടിൽറ്റ് ദ ഹെഡ്, ടിൽറ്റ് ദ പേഴ്സൺസ് ഹെഡ് ബാക്ക് ആൻഡ് ലിഫ്റ്റ് ദ ചിൻ ടു ഓപ്പൺ ദ എയർ വേ. പിഞ്ച് ദ നോസ്, പിഞ്ച് ദ പേഴ്സൺസ് നോസ് ഷട്ട് ടു പ്രിവെൻറ്റ് എയർ ഫ്രം എസ്കേപ്പിംഗ്. അപ്പം എയർ എസ്കേപ്പ് ചെയ്ത് എയർ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ആളുടെ നോസ് എന്ത് ചെയ്യാം? അടയ്ക്കുക. Then give breath. Give 2 breaths, each lasting about 1 second, and make the person's chest rise. Check for breathing. After giving 2 breaths, check if the person is breathing on their own. സ്വന്തമായി ബ്രീത്ത് എടുക്കുന്നുണ്ടോ എന്ന് നോക്കുക. 6th, continue. If the person is not breathing, continue giving breath at the rate of 12 to 20 breaths per minute. അപ്പം മിനിറ്റിൽ 12 മുതൽ 20 ബ്രെത്ത് വരെ കൊടുത്ത്
കൊടുത്തുകൊണ്ടിരിക്കുക. ഇത് ആ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. അപ്പം ഇതാണ് നമ്മുടെ മൗത്ത് ടു മൗത്ത് റിസോസിയേഷനിൽ വരുന്ന സ്റ്റെപ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് കൊടുത്തിരിക്കുന്ന കുറച്ച് പോയിന്റ്സ് ആണ്. ഇമ്പോർട്ടൻറ്റ് കൺസിഡറേഷൻ: മേക്ക് ഷുവർ യു ആർ ട്രെയിൻഡ് ഇൻ മൗത്ത് ടു മൗത്ത് റിസോസിയേഷൻ ബിഫോർ അറ്റംപ്റ്റിംഗ് ഇറ്റ്. അപ്പം മൗത്ത് ടു മൗത്ത് റിസോസിയേഷൻ ചെയ്യാൻ അറിയാം അല്ലെങ്കിൽ നന്നായിട്ട് ട്രെയിൻ ചെയ്തിട്ടുള്ള ആളാണെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക. ദെൻ വിയർ എ ബാരിയർ ഡിവൈസ് സച്ച് ആസ് ഫേസ് ഷീൽഡ് ഓർ മാസ്ക് ടു പ്രിവെൻറ്റ് ട്രാൻസ്മിഷൻ ഓഫ് ഡിസീസ്. അപ്പം നമ്മൾ ബ്രത്ത് കൊടുക്കുന്ന ആൾക്ക് എന്തെങ്കിലും ഡിസീസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് പകരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ബാരിയർ ഡിവൈസ് എന്ന് വെച്ചാൽ ഒരു ഫേസ് ഷീൽഡ്, ഒരു മാസ്ക് ഒക്കെ യൂസ് ചെയ്യുക. ദെൻ ഇഫ് യു ആർ നോട്ട് comfortable giving mouth to mouth, you can give chest compression ഓൺലി. അപ്പം മൗത്ത് ടു മൗത്ത് റിസോസിയേഷൻ അല്ലെങ്കിൽ മൗത്ത് ടു മൗത്ത് ബ്രത്ത് കൊടുക്കാൻ നമ്മൾ കംഫർട്ടബിൾ അല്ല, അല്ലെങ്കിൽ നമുക്ക് താല്പര്യമില്ല എന്നാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ചെസ്റ്റ് കംപ്രഷൻ മാത്രം കൊടുക്കാം. ഈ 30:2 എന്ന റേഷ്യോ എന്ന് പറയുന്നത് ചെസ്റ്റ് കംപ്രഷൻ 30 2 ബ്രത്ത്സും കൊടുക്കുക. അതാണ് ഈ ചെസ്റ്റ് കംപ്രഷൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ്, കണ്ടിന്യൂ പ്രൊവൈഡിങ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ അണ്ടിൽ ദി എമർജൻസി മെഡിക്കൽ പേഴ്സണൽ അറൈവ്. അപ്പോൾ എന്താ, ഈ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കണ്ടിന്യൂ ചെയ്യുക. മെഡിക്കലായിട്ടുള്ള ഡോക്ടേഴ്സൊക്കെ വരുന്നത് വരെ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നവരെ എന്ത് ചെയ്യാം, ഈ ഒരു ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുക. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി പോയിന്റ്. സെക്കൻഡ് മെത്തേഡാണ് ഹോൾഗർ നീൽസൺ മെത്തേഡ്. ഈ മെത്തേഡിനെ നമ്മൾ ആം ലിഫ്റ്റ് ബാക്ക് പ്രഷർ മെത്തേഡ് എന്നും കൂടി പറയാറുണ്ട്. അപ്പം സൈഡിൽ പിക്ചർ കൊടുത്തിട്ടുണ്ട്. അതുപോലെയാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് ചെയ്യുന്നത്. ഫസ്റ്റ്, ഇൻ ദിസ് മെത്തേഡ് ദ സബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ പ്രോൺ പൊസിഷൻ വിത്ത് ദ ഹെഡ് ടേൺ ടു വൺ സൈഡ്. ഹാൻഡ്സ് ആർ പ്ലേസ്ഡ് അണ്ടർ ദ ചീക്സ് വിത്ത് ഫ്ലെക്ഷൻ അറ്റ് എൽബോ ജോയിൻറ്റ് and abduction of arms at shoulders. Resuscitator kneels beside the head of the subject. അപ്പം ഫസ്റ്റ് എയിൽ കൊടുത്തിരിക്കുന്ന പോലെ അവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഹെഡ് നമ്മൾ ഒരു സൈഡിലേക്ക് ചെരിച്ചാണ് കിടത്തുന്നത്. ബാക്ക് കമിഴ്ത്തി കിടത്തിയിട്ട് തല ഒരു ഭാഗത്തേക്ക് ചെരിച്ചാണ് കിടത്തുന്നത്. ആൻഡ് നമ്മൾ ബ്രീത്ത് കൊടുക്കുന്ന ആൾ ആ ഒരു സബ്ജക്റ്റിൻ്റെ തലയുടെ അവിടെ മുട്ടുകുത്തി ാണ് ഈ ഒരു പ്രൊസീജിയർ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ്, ബൈ പ്ലേസിംഗ് ദ പാം ഓഫ് ദ ഹാൻഡ്സ് ഓവർ ദ ബാക്ക് ഓഫ് ദ സബ്ജക്ട്, ദ റിസോസിയേറ്റർ ബെൻഡ്സ് ഫോർവേഡ് വിത്ത് സ്ട്രെയിറ്റ് ആംസ് വിത്തൗട്ട് ഫ്ലക്ഷൻ അറ്റ് ദ എൽബോ ആൻഡ് അപ്ലൈസ് പ്രഷർ ഓൺ ദ ബാക്ക് ഓഫ് ദ സബ്ജക്റ്റ്. അതാണ് പിക്ചറിൽ കാണിച്ചിരിക്കുന്ന പോലെയാണ് അവിടെ ആ ഒരു മെത്തേഡ് ചെയ്യുന്നത്. നമ്മുടെ റിസോസിയേറ്റർ എന്ന് വെച്ചാൽ ആരാണോ ഈ ഒരു പ്രോസസ്സ് കൊടുക്കുന്നത്, ബ്രീത്തിങ് കൊടുക്കുന്നത്, ആളെ പറയുന്ന പേരാണ് ഈ റിസോസിയേറ്റർ. ആൻഡ് സബ്ജക്റ്റ് എന്ന് പറയുന്നത് ആർക്കാണോ വേണ്ടത് ആ ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ ആ ഒരു മെത്തേഡ് ആർക്കാണോ ചെയ്യേണ്ടത് ആളുടെയാണ് നമ്മൾ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. സോ ഇവിടെ പറയുന്നത് എന്താണ്, നമ്മുടെ റിസോസിയേറ്ററിൻ്റെ കൈ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ സബ്ജക്റ്റിൻ്റെ പുറത്ത് വെച്ച് പ്രസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം പ്രസ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്തെങ്കിലും ഒരു പ്രഷർ നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട് ഈ സബ്ജക്റ്റിൻ്റെ പുറത്ത്. നെക്സ്റ്റ്, വെയ്റ്റ് ഓഫ് ദ റിസോസിയേറ്റർ ആൻഡ് ദ പ്രഷർ ഓൺ ദ ബാക്ക് ഓഫ് ദ സബ്ജക്റ്റ് കംപ്രസ് ഹിസ് ചെസ്റ്റ് ആൻഡ് എക്സ്പെൽസ് എയർ ഫ്രം ദ ലങ്സ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ബാക്കിലൊരു പ്രഷർ കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ റിസോസിയേറ്ററിൻ്റെ വെയ്റ്റും അവിടെ വരുന്നുണ്ട് അല്ലേ. അപ്പം ഈ രണ്ട് കാരണങ്ങളാൽ ഈ സബ്ജക്റ്റിൻ്റെ ചെസ്റ്റ് എന്ത് ചെയ്യും, ചെസ്റ്റ് കംപ്രസ് ചെയ്യും, അതുപോലെ തന്നെ എയർ ലങ്സിൽ നിന്ന് പുറത്തേക്ക് എക്സ്പെൽ ചെയ്യാനും സാധിക്കും ഈ ഒരു മെത്തേഡ് വഴി. ലേറ്റർ ദ റിസോസിയേറ്റർ ലീൻസ് ബാക്ക്, പിന്നീട് എന്ത് ചെയ്യും, റിസോസിയേറ്റർ ബാക്കിലേക്ക് നീങ്ങും. അറ്റ് ദ സെയിം ടൈം ഹി ഡ്രോസ് ദ സബ്ജക്റ്റ് ആംസ് ഫോർവേഡ് ബൈ ഹോൾഡിംഗ് ഇറ്റ് ജസ്റ്റ് എബവ് ദ എൽബോ. നേരത്തെ ആ ഒരു പിക്ചർ നോക്കുക, അതിൽ എന്ത് ചെയ്യും, നമ്മൾ റിസോസിയേറ്റർ ബാക്കിലേക്ക് നീങ്ങുന്നതിനൊപ്പം തന്നെ ഈ ഒരു സബ്ജക്റ്റിൻ്റെ കൈയൊന്ന് മുൻപിലേക്ക് വലിച്ചിട്ടൊന്ന് ഹോൾഡ് ചെയ്യുന്നുണ്ട്. സോ ഈ പ്രൊസീജിയർ വരുന്ന സമയത്ത് അവിടെ എന്ത് നടക്കും, തൊറാക്സിക് കേജിൻ്റെ എക്സ്പാൻഷൻ നടക്കും. അങ്ങനെ നമുക്ക് ലങ്സിലേക്കും എയർ ഫ്ലോ ഉണ്ടാവും. സോ ദ മൂവ്മെൻറ്റ്സ് ആർ റിപ്പീറ്റഡ് അറ്റ് ദ റേറ്റ് ഓഫ് 12 per minute ടിൽ ദ നോർമൽ റെസ്പിറേഷൻ ഈസ് റിസ്റ്റോർഡ്. അപ്പം നോർമൽ റെസ്പിറേഷൻ ഉണ്ടാവുന്നത് വരെ നമ്മൾ ഇതൊരു 12 പ്രാവശ്യം റേറ്റ് ഓഫ് 12 per minute പെർ മിനിറ്റിൽ 12 പ്രാവശ്യമൊക്കെ നമ്മൾ ഈ ഒരു മെത്തേഡ് ചെയ്യും. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈസി ടു പെർഫോം, ഈസിയാണ് നമുക്കത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഹിയർ ബോത്ത് ഇൻസ്പിറേഷൻ ആൻഡ് എക്സ്പിറേഷൻ ഈസ് ആക്റ്റീവ്ലി അസിസ്റ്റഡ്. എക്സ്പിറേഷൻ നടക്കുന്നുണ്ട്, ഇൻസ്പിറേഷൻ നടക്കുന്നുണ്ട് അല്ലേ, രണ്ടും നടക്കുന്നുണ്ട്. റിലേറ്റീവ്ലി ഗുഡ് ടൈറ്റിൽ വോളിയം ക്യാൻ ബി ഒബ്റ്റെയിൻഡ്. ടൈറ്റിൽ വോളിയം എന്താണ്, നല്ലൊരു റിലേറ്റീവ് ഗുഡ് ആയിട്ടുള്ളൊരു ടൈറ്റിൽ വോളിയം ആയിരിക്കും അവിടെ ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ടാവുക. ദെൻ ബിക്കോസ് ഇറ്റ് ഈസ് ഡൺ ഇൻ പ്രോൺ പൊസിഷൻ മ്യൂക്കസ് സലൈവ വൊമിറ്റ് കംസ് ഔട്ട് ഫ്രം ദ മൗത്ത്, ദേ ഡു നോട്ട് ഡിസ്റ്റർബ് ദർ പാസേജ്. അപ്പോൾ എന്താ, നമ്മൾ കമിഴ്ത്തി കിടത്തിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വായിൽ നിന്ന് ഉണ്ടാകുന്ന സലൈവ, മ്യൂക്കസ് അല്ലെങ്കിൽ വൊമിറ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് വായിൽ നിന്ന് പുറത്തേക്ക് പോകും. അങ്ങനെ എന്ത് നമ്മുടെ എയർ പാസേജിൽ ഒരു ഒബ്സ്ട്രക്ഷനും അല്ലെങ്കിൽ ഒരു ബ്ലോക്കും എന്തുണ്ടാവില്ല, അവിടെയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ക്ലിയർ ആയിട്ടുള്ള ഒരു എയർവേ ആയിരിക്കും നമുക്ക് ഉണ്ടാവുക.
അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഇനി അഡ്വാൻറ്റേജ് മാത്രമല്ല, ഇതിന് ഡിസഡ്വാൻറ്റേജും കൂടിയുണ്ട്. അതെന്ന് വെച്ചാൽ എന്താ, നമുക്ക് റിബ് ഫ്രാക്ചേഴ്സ്, ഷോൾഡർ ഡിസ്ലൊക്കേഷൻ അല്ലെങ്കിൽ മറ്റ് ഫ്രാക്ചേഴ്സ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഈ ഒരു പ്രൊസീജിയർ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കൊടുക്കാൻ വേണ്ടി പറ്റത്തില്ല. അതാണ് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് തേർഡ്, ഷാഫേഴ്സ് മെത്തേഡ് എംപ്ലോയിഡ് നോർമലി ഇൻ ഡ്രൗണിങ്ങിൻ്റെ കേസിൽ നമ്മൾ കൊടുക്കുന്നതാണ് ഈ ഷാഫേഴ്സ് മെത്തേഡ് എന്ന് പറയുന്നത്. ദ സബ്ജക്ട് യൂസ്ഡ് ടു ബി ലൈഡ് ഓൺ അബ്ഡോമൻ വിത്ത് സ്മോൾ below the epigastrium and upper abdomen. One arm stretched overhead and other palm bent at the elbow so that the face rests on the hand or forearm and nose and mouth are free for breathing. സോ ഇവിടുത്തെ പൊസിഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്, നമ്മൾ കമിഴ്ത്തി തന്നെയാണ് കിടത്തുന്നത്. പിന്നെ ഈ പില്ലോ നമ്മൾ എപ്പിഗാസ്ട്രിയം അപ്പർ അബ്ഡോമൻ എന്ന് വെച്ചാൽ വയറിന് മുകളിലായിട്ട് നമ്മൾ ജസ്റ്റ് മുകളിലായിട്ട് നമ്മൾ വെക്കുന്നത്. ആ ഒരു പ്രൊസീജിയർ ചിലയിടത്ത് മാത്രമേ നമ്മൾ പില്ലോ കൊടുക്കുന്ന കാര്യം പറയാറുള്ളൂ. സോ നമ്മൾ കമിഴ്ത്തിയാണ് കിടത്തുന്നത്. ആൻഡ് ഇവിടെ ഹാൻഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു കൈ തലയുടെ ഭാഗത്തേക്കാണ് വരുന്നത്. ഓക്കെ, ഒരു കൈ നീളത്തിൽ വെക്കുകയും ഒരു കൈ തലയുടെ മുകളിലേക്ക് വരികയാണ് ചെയ്യുന്നത്. ആൻഡ് നമ്മുടെ ഫേസ് എങ്ങനെയായിരിക്കും, ഫേസ് ഒന്നെങ്കിൽ നമുക്ക് ഈ ഒരു ഹാൻഡിൻ്റെ മേളിൽ നമ്മൾ റെസ്റ്റ് ചെയ്തിട്ട് ഉള്ള രീതിയിലായിരിക്കും കൊടുക്കുന്നത്. അങ്ങനെയാകുന്ന സമയത്ത് നമ്മുടെ നോസും മൗത്തും ഒക്കെ ഫ്രീ ആയിരിക്കും, ബ്രീത്തിങ് എടുക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഫ്രീ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ പിക്ചർ നെക്സ്റ്റ് പേജിൽ കൊടുത്തിട്ടുണ്ട്. Then his head is turned to one side. Operator kneels down by one side of the subject and places his two hands on the two sides of the lower part of the chest. Operator kneels across the subject hip and put his body weight towards pressing on the loins of the subject. The intra-abdominal pressure rises, the diaphragm is pushed up and the air is pushed out of the lungs. So ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു സബ്ജക്റ്റിൻ്റെ ഫേസ് എങ്ങോട്ടാണ്, ഒരു സൈഡിലേക്കാണ് നമ്മൾ ഹെഡ് തിരിച്ച് വെച്ചിരിക്കുന്നത്. ആൻഡ് ഈ റിസോസിയേറ്റർ എന്ത് ചെയ്യുന്നുണ്ട്, ആളുടെ ഇവിടെ മുട്ടുകുത്തി ഇരുന്നിട്ട് നമ്മുടെ ആ ഒരു സബ്ജക്റ്റിൻ്റെ ബാക്കിലെന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ചെസ്റ്റിൻ്റെ പാർട്ട് അല്ലെങ്കിൽ വേസ്റ്റിൻ്റെ ആ ഒരു പാർട്ടിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, രണ്ട് ഹാൻഡ്സും വെച്ചിട്ട് പ്രഷർ കൊടുക്കുന്നുണ്ട്. അപ്പം ആളുടെ ബോഡി വെയ്റ്റും ഈ പ്രഷറും കാരണം എന്ത് ചെയ്യും, അവിടെ നമ്മുടെ ഉള്ളിലുള്ള അബ്ഡോമിനൽ പ്രഷർ എന്ത് ചെയ്യും, കൂടും. അങ്ങനെ വന്ന സമയത്ത് എന്ത് ചെയ്യും, ഡയഫ്രം മേളിലേക്ക് പുഷ് ചെയ്തിട്ട് എയറും എന്ത് ചെയ്യുന്നുണ്ട്, എയർ നമ്മുടെ ലങ്സിൽ നിന്ന് എക്സ്പെൽ ചെയ്ത് പോവുക ചെയ്യുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഈ ഷാഫേഴ്സ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് പിക്ചർ നോക്കുവാണെങ്കിൽ കുറച്ചും കൂടി മനസ്സിലാവും. സോ ഇതാണ് പിക്ചർ, നന്നായിട്ട് അതൊന്ന് നോക്കുക. ദെൻ the pressure is released by coming back to the original position. This causes lungs to come to original position as the abdominal pressure falls and diaphragm descends and the air is drawn in. In this manner it is repeated 12 times per minute. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രഷർ ഈ ഒരു സബ്ജക്റ്റ് പ്രസ് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു പ്രഷർ കൊടുക്കുന്ന സമയത്താണ് നമ്മുടെ എയർ എക്സ്പെൽ ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ അത് റിലീസ് ചെയ്യും. ആ റിസോസിയേറ്റർ എന്ത് ചെയ്യും, ബാക്കിലേക്ക് നീങ്ങും അല്ലെങ്കിൽ ആ പ്രഷർ ഒന്ന് വിടിയിക്കും. ആ സമയത്ത് എന്ത് ചെയ്യും, അവിടെ ലങ്സ് ഒറിജിനൽ പൊസിഷനിലേക്ക് വരികയും ചെയ്യും. ആ സമയത്ത് അവിടെ എന്ത് ചെയ്യും, അബ്ഡോമിനൽ പ്രഷർ കുറയും, ഡയഫ്രം ഡിസെൻഡ് ചെയ്യും. അങ്ങനെ എന്ത് ചെയ്യും, അവിടെ എയർ നമുക്ക് ഉള്ളിലേക്ക് എടുക്കാനും പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ നമുക്ക് സെയിം നമ്മൾ ഹോൾഗർ നീൽസൺ മെത്തേഡിൽ പറഞ്ഞ പോലെ ഇവിടെയും 12 times per minute ആണ് ഇത് റിപ്പീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഫോർത്ത് മെത്തേഡാണ് സിൽവസ്റ്റർ മെത്തേഡ് അല്ലെങ്കിൽ ആം ലിഫ്റ്റ് ചെസ്റ്റ് പ്രഷർ മെത്തേഡ് എന്ന് പറയുന്നത്. ഇതിൽ ദ സബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ എ സുപ്പൈൻ പൊസിഷൻ ആൻഡ് ഓപ്പറേറ്റർ നീൽസ് ഡൗൺ ഓർ സ്റ്റാൻഡ് അറ്റ് ദ ഹെഡ് ഓഫ് ദ സബ്ജക്റ്റ് ആൻഡ് ഹോൾഡ്സ് ബോത്ത് arms of the subject. Resuscitator should raise the subject's hands above his head. This causes inspiration and then fold them back on the chest, compressing the chest wall at the same time. This causes expiration. Such movements alternately increase and decrease the size of the thoracic cage. Subject's tongue should be kept out and the mucus coming out from the mouth should be wiped out timely. Procedure repeated at the rate of 12 per minutes. ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു സബ്ജക്റ്റിനെ നമ്മൾ നിവൃത്തിയാണ് കടത്തുന്നത്. ആൻഡ് ഈ ഓപ്പറേറ്റർ എന്ത് ചെയ്യും, ഒന്നെങ്കിൽ അവിടെ മുട്ടുകുത്തി നിൽക്കുകയോ അല്ലെങ്കിൽ ഇരിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ആൻഡ് ആ ഒരു ഓപ്പറേറ്റർ ഈ ഒരു സബ്ജക്റ്റിൻ്റെ കൈ രണ്ടും പിടിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ബാക്കിലേക്ക് വലിക്കുകയാണ് ചെയ്യുന്നത്. ഹെഡിൻ്റെ മുകളിലേക്ക് ഹാൻഡ് കൊണ്ടുവരും. ആൻഡ് അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, വീണ്ടും ഈ കൈ തിരിച്ച് നമ്മുടെ ചെസ്റ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് ആളുടെ കൈ എന്ത് ചെയ്യും, ചെസ്റ്റിൻ്റെ അവിടെ ഒന്ന് കംപ്രസ് ചെയ്ത് കൊടുക്കും. ഇവിടെ ഈ രണ്ട് സംഭവമാണ് ഇവിടെ നടക്കുന്നത്. അപ്പം ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു സബ്ജക്റ്റിൻ്റെ ഹെഡ് എന്ത് ചെയ്യുന്നുണ്ട്, രണ്ട് ആംസും കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ആളുടെ ഹെഡിൻ്റെ മുകളിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അവിടെ എന്താ നടക്കുന്നത്,
അവിടെ ഹെഡിൻ്റെ മേളിലേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ ഇൻസ്പിറേഷൻ നടക്കും. കാരണം കൈ മേളിലേക്ക് വലിയല്ലേ ചെയ്യുന്നത്. അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഇൻസ്പിറേഷൻ നടക്കുന്നുണ്ട്. ഇനി ആളുടെ കൈ തന്നെ നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് ഈ ഒരു സബ്ജക്റ്റിൻ്റെ ചെസ്റ്റിൽ നമ്മൾ കംപ്രൈസ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് നടക്കുന്നുണ്ട്, എക്സ്പിറേഷൻ നടക്കുന്നുണ്ട്. പിക്ചർ അപ്പുറത്ത് കൊടുത്തിട്ടുണ്ട്, അത് നോക്കുമ്പോൾ ഒന്നും കൂടി മനസ്സിലാവും. ദെൻ സച്ച് മൂവ്മെൻറ്റ്സ് ആൾട്ടർനേറ്റ്ലി ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് സൈസ് ഓഫ് ദ തൊറാക്സിക് കേജ്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ബാക്കിലേക്ക് വലിക്കുകയും ചെയ്യുന്നുണ്ട്, നമ്മൾ ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നിട്ട് ചെസ്റ്റിൽ പ്രഷർ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആവുന്ന സമയത്ത് അവിടെ തൊറാക്സിക് കേജിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യും ഡിക്രീസ് ചെയ്യുകയും ചെയ്യും. അതുവഴി നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പിറേഷനും ഇൻസ്പിറേഷനും നടക്കും. ദെൻ ടങ് എന്ന് വെച്ചാൽ നാക്ക് നമ്മളെപ്പോഴും പുറത്തേക്ക് ആയിട്ട് തന്നെ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ എയർവേ ഒബ്സ്ട്രക്ഷൻ നടക്കും. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കാനാണ് നെക്സ്റ്റ് പോയിന്റ് പറയുന്നത്. പിന്നെ ഇതും 12 ടൈംസ് പെർ മിനിറ്റ് ആണ് നമ്മൾ ഈ ഒരു പ്രൊസീജിയറും ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതാണ് സിൽവസ്റ്റർ മെത്തേഡിൻ്റെ പ്രൊസീജിയർ നടത്തുന്നത് 2 ഇപ്പം ഇത് നോക്കുവാണെങ്കിൽ കുറച്ചും കൂടി മനസ്സിലാവും. സോ ഇത്രയാണ് നമ്മുടെ മാനുവൽ മെത്തേഡ്സിൽ പഠിക്കാനുള്ളത്. നെക്സ്റ്റ് നോക്കാനുള്ള മെക്കാനിക്കൽ മെത്തേഡ്സ് ആണ്. മെക്കാനിക്കൽ മെത്തേഡ്സിൽ നേരത്തെ ചെറിയ ഡിസ്ക്രിപ്ഷൻ തന്നിട്ടുണ്ട്, അത് പഠിച്ചാൽ മതി. പക്ഷേ 2 നമുക്ക് കുറച്ചും കൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ്, പോസിറ്റീവ് പ്രഷർ വെന്റിലേറ്റർ ഡെലിവർ എയർ ഇൻ ടു ദ ലങ്സ് ത്രൂ എ മാസ്ക് ഓർ എൻഡോട്രക്കൽ ട്യൂബ്, ഹെൽപ്പ് ടു എക്സ്പാൻഡ് ദ ലങ്സ് ആൻഡ് ഇംപ്രൂവ് ഓക്സിജനേഷൻ. അപ്പം ഈ പോസിറ്റീവ് പ്രഷർ വെന്റിലേറ്റർ എന്ന് പറയുന്നത് നമ്മളൊരു മാസ്ക് അല്ലെങ്കിൽ ട്രക്കിയിലേക്ക് ഒരു ട്യൂബ് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. ആ ട്യൂബ് വഴി എന്താ നടക്കുന്നത്, എയർ നമ്മുടെ ലങ്സിലേക്ക് കടക്കുകയും അവിടെ എന്ത് ചെയ്യും, ഓക്സിജനേഷൻ ഇംപ്രൂവ് ചെയ്യുകയും ചെയ്യുന്നതാണ് ഈ പോസിറ്റീവ് പ്രഷർ വെന്റിലേറ്റർ. അവിടെ ഒരു പോസിറ്റീവ് പ്രഷറാണ് നമ്മൾ കൊടുക്കുന്നത്. ഇനി നെഗറ്റീവ് പ്രഷർ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ചെസ്റ്റിൻ്റെ ആ ഒരു ഭാഗത്ത് എന്തായിരിക്കും, നെഗറ്റീവ് പ്രഷർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുവഴി ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യും. അങ്ങനെ എന്ത് ചെയ്യും, ബ്രീത്തിങ്ങും അല്ലെങ്കിൽ ഓക്സിജനേഷനൊക്കെ വളരെയധികം ഇംപ്രൂവ് ചെയ്യുകയും ചെയ്യുന്നതാണ് ഈ നെഗറ്റീവ് പ്രഷർ വെന്റിലേറ്റർ എന്ന് പറയുന്നത്. ദീസ് 2 മെത്തേഡ്സ് ആർ കോമൺലി യൂസ്ഡ് ഇൻ മെഡിക്കൽ സെറ്റിംഗ്സ് സച്ച് ആസ് ഹോസ്പിറ്റൽസ് ആൻഡ് എമർജൻസി റെസ്പോൺസ് സിറ്റുവേഷൻ ടു പ്രൊവൈഡ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ ടു ഇൻഡിവിജ്വൽസ് ഹു ആർ അൺഎബിൾ ടു ബ്രീത്ത് ഓൺ their own. സോ ഈ 2 മെത്തേഡ്സാണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് പഠിക്കാനുള്ള ടേമാണ് CPR, കാർഡിയോ പൾമണറി റെസൂസിയേഷൻ എന്ന് പറയുന്നത്. സോ ഡ്രൗണിങ്ങിൻ്റെ കേസൊക്കെ വരുന്ന സമയത്ത് നമ്മൾ CPR ആണ് മെയിൻലി കൊടുക്കുന്നത്. അപ്പം CPR എന്താണെന്ന് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഡ്രൗണിങ്ങിൻ്റെ അത് പഠിക്കാൻ വേണ്ടി പറ്റുള്ളൂ. സോ CPR എന്ന് പറയുന്നത് എന്താണ്, ഒരു ലൈഫ് സേവിങ് ആയിട്ടുള്ളൊരു ടെക്നിക്കാണ്. ഇതിലെന്താ ചെയ്യുന്നത്, ബ്ലഡ് സർക്കുലേഷനും ബ്രീത്തിങ്ങും ഒക്കെ റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ CPR എന്ന് പറയുന്നത്. CPR അതിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് ചെസ്റ്റ് കംപ്രഷനും ബ്രീത്തിങ്സും ആണ് ഇത് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. സോ CPRൻ്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്, കോൾ യുവർ ലോക്കൽ എമർജൻസി നമ്പർ. സോ ആരെങ്കിലും CPR വേണ്ട ഒരാൾക്ക് അല്ലെങ്കിൽ ഹാർട്ട് ബ്രീത്തിങ് ഒക്കെ സ്റ്റോപ്പ് ചെയ്ത ആളെ കാണുവാണെങ്കിൽ ആദ്യം തന്നെ എന്ത് ചെയ്യണം, നമ്മളൊരു എമർജൻസി നമ്പറിലേക്ക് വിളിച്ച് കാര്യം പറയണം. ആൻഡ് നെക്സ്റ്റ് ആണ് എന്ത് ചെയ്യുന്നത്, ചെക്ക് ദ പേഴ്സൺസ് എയർവേ, ബ്രീത്തിങ് ആൻഡ് സർക്കുലേഷൻ. അതായത് ABCs. അപ്പോൾ ഫസ്റ്റ് ABCs ആണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്, എയർവേയും ബ്രീത്തിങ്ങും പിന്നെ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ചെക്ക് ചെയ്യാം. നെക്സ്റ്റ് ഇനി ഇത് ഇല്ലാന്നാണെങ്കിൽ എന്ത് ചെയ്യുക, ചെസ്റ്റ് കംപ്രഷൻ കൊടുത്ത് തുടങ്ങുക. ചെസ്റ്റിൽ 2 കൈയും ചെസ്റ്റിൽ വെച്ചിട്ട് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുന്നതാണ് ഈ ചെസ്റ്റ് കംപ്രഷൻ എന്ന് പറയുന്നത്. ആൻഡ് 30 ചെസ്റ്റ് കംപ്രഷൻ ചെയ്തതിന് ശേഷം നമ്മൾ 2 ബ്രത്തും കൂടി കൊടുക്കുന്നുണ്ട്. ചെസ്റ്റ് കംപ്രഷൻ 30 ആൻഡ് 2 ഈസ് ദ റേഷ്യോ, 30:2 ആണ് ഇതിൻ്റെ റേഷ്യോ വരുന്നത്. ഗിവ് 2 ബ്രത്ത്സ് ആഫ്റ്റർ എവറി 30 കംപ്രഷൻ. കണ്ടിന്യൂ CPR അണ്ടിൽ എമർജൻസി മെഡിക്കൽ പേഴ്സണൽ അറൈവ്. സോ നമ്മൾ എമർജൻസി നമ്പറിൽ ഓൾറെഡി കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അവർ വരുന്നവർ എന്ത് ചെയ്യണം, ഈ പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്യണം. നെക്സ്റ്റ് 2 പോയിന്റ്സ് കൊടുത്തിരിക്കുന്നത്, CPR ഷുഡ് ഓൺലി ബി പെർഫോംഡ് ബൈ സമ്മൺ ഹു ഈസ് ട്രെയിൻഡ് ഇൻ ദ പ്രോപ്പർ ടെക്നിക്ക്. അപ്പം കറക്റ്റായിട്ടുള്ള ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് നന്നായിട്ട് അറിയുന്ന ഒരാൾ മാത്രമേ ഇതെന്ത് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ, കൊടുക്കാൻ വേണ്ടി പാടുള്ളൂ. ആൻഡ് ദ CPR ഷുഡ് കണ്ടിന്യൂ അണ്ടിൽ ദ എമർജൻസി മെഡിക്കൽ പേഴ്സണൽ അറൈവ്. ആൻഡ് ഈ CPR കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ എന്ത് ചെയ്യണം, എമർജൻസി നമ്പറിൽ വിളിച്ചിട്ട് അവർ വരുന്നവരെ അല്ലെങ്കിൽ മെഡിക്കൽ എമർജൻസി ടീം വരുന്നവരെ ഈ ഒരു CPR നമ്മൾ എന്ത് ചെയ്യണം, കണ്ടിന്യൂ ചെയ്ത് കൊണ്ടിരിക്കണം. ഡ്രൗണിങ്, ഫസ്റ്റ് എയ്ഡ് ഫോർ ഡ്രൗണിങ്. സോ നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കാണ് ഡ്രൗണിങ് വരുന്നത്. സോ ഡ്രൗണിങ് എന്താണ് ആൻഡ് ഡ്രൗണിങ്ങിന് കൊടുക്കുന്ന ഫസ്റ്റ് എയ്ഡ് എന്താണെന്നാണ് ഈ ഒരു ഇതിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. സോ ഡ്രൗണിങ് എന്ന് പറയുന്നത് നമ്മുടെ എയർവേസ് അല്ലെങ്കിൽ എയർ പാസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു പാസേജസ് വെള്ളം കൊണ്ട് നിറഞ്ഞിട്ട് നമുക്ക് ബ്രീത്ത് ചെയ്യാൻ വേണ്ടി പറ്റാത്ത ഒരവസ്ഥേനെ പറയുന്ന പേരാണ് ഡ്രൗണിങ് എന്ന് പറയുന്നത്. ഇതിന് 3 ടൈപ്സ് ഉണ്ട് ഡ്രൗണിങ്: ഡ്രൈ ഡ്രൗണിങ്, വെറ്റ് ഡ്രൗണിങ് ആൻഡ് സെക്കൻഡറി ഡ്രൗണിങ്. ഡ്രൈ ഡ്രൗണിങ് എന്ന് വെച്ചാൽ നമ്മുടെ ലങ്സിലേക്ക് വെള്ളം എൻട്രി ചെയ്യാതെ തന്നെ നമ്മുടെ എയർവേ ഒബ്സ്ട്രക്റ്റ് അല്ലെങ്കിൽ എയർവേയിൽ ഒരു ബ്ലോക്ക് ഉണ്ടാകുന്നതിനാണ് നമ്മൾ ഡ്രൈ ഡ്രൗണിങ് എന്ന് പറയുന്നത്. ഇനി വെറ്റ് ഡ്രൗണിങ് എന്ന് പറയുന്നത് വാട്ടർ നമ്മുടെ ലങ്സിലേക്ക് എൻട്രി ചെയ്തിട്ട് ആ കാരണത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ശ്വാസം എടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ബ്രീത്ത് ചെയ്യാൻ വേണ്ടി പറ്റാത്തൊരവസ്ഥ, അങ്ങനെ ഉള്ള ഒരു സ്റ്റേജിനെ പറയുന്ന പേരാണ് വെറ്റ് ഡ്രൗണിങ്. ഇനി മൂന്നാമത്താണ് സെക്കൻഡറി ഡ്രൗണിങ്. സെക്കൻഡറി ഡ്രൗണിങ് എന്ന് പറയുന്നത് നമ്മുടെ ലങ്സിൽ വെള്ളം എൻട്രി ചെയ്യുക തന്നെ ചെയ്യും. പക്ഷെ എന്ത് ചെയ്യും, ആ വെള്ളം
ലങ്സിൽ ഉണ്ട് എന്നുള്ളതിൻ്റെ യാതൊരു സിംറ്റംസും ഈ ഒരു ഇൻസിഡൻറ്റ് കഴിഞ്ഞിട്ട് കുറേ മണിക്കൂറിന് ശേഷവും അങ്ങനെ ഒരു സിംറ്റംസ് ഒന്നും കാണിക്കത്തില്ല. അതിനെ പറയുന്നതാണ് സെക്കൻഡറി ഡ്രൗണിംഗ് എന്ന് പറയുന്നത്. So, drowning is a serious and potentially life-threatening medical emergency that occurs when a person's airway is obstructed by liquid, typically water, preventing them from breathing. ഇപ്പോൾ നമ്മുടെ ലങ്സിൽ അല്ലെങ്കിൽ എയർവേസിൽ എന്ത് ചെയ്യുന്നുണ്ട്, ലിക്വിഡ് ഐറ്റംസ് എന്ന് വെച്ചാൽ മെയിൻലി വാട്ടറാണ്. വാട്ടർ എൻ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല, ബ്രീത്ത് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. സോ ഈ ഒരു അവസ്ഥേനെ പറയുന്ന പേരാണ് ഡ്രൗണിങ്. This can happen when a person is submerged in water or when the water enters their airway. Types of drowning. Dry drowning occurs when water does not enter the lungs but the airway is obstructed, causing asphyxiation. എന്ന് വെച്ചാൽ ആസ്ഫൈക്സിയ എന്ന് വെച്ചാൽ നമുക്ക് ഓക്സിജൻ കിട്ടാത്തൊരവസ്ഥേനെ പറയുന്ന പേരാണത്. അപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ലങ്സിൽ വെള്ളം കയറിയിട്ട് നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റാത്തൊരു അവസ്ഥ, ഓക്സിജൻ കിട്ടാത്തൊരവസ്ഥേനെ പറയുന്ന പേരാണ് ഡ്രൈ ഡ്രൗണിങ്. വെറ്റ് ഡ്രൗണിങ് occurs when water enters the lungs, causing inflammation and damage. Secondary drowning occurs when water enters the lungs and cause inflammation, but symptoms may not appear until hours after the incident. Okay. നെക്സ്റ്റ് കോസസ് ഓഫ് ഡ്രൗണിങ്. എന്തൊക്കെയാണ് കോസസ്? ആക്സിഡൻ്റൽ ഫോൾസ് ഇൻ ടു ദ വാട്ടർ, ആക്സിഡൻ്റലി വെള്ളത്തിലേക്ക് വീഴുന്നത്, സ്വിം ചെയ്യുന്ന സമയത്തുള്ള ആക്സിഡൻറ്റ്സ്, ബോട്ടിംഗ് ആക്സിഡൻറ്റ്, ഫ്ലഡ് ഓർ നാച്ചുറൽ ഡിസാസ്റ്റർ, ദെൻ ബാത്ത് ടബ് ഓർ പൂൾ ആക്സിഡൻറ്റ്സ്. ഇതൊക്കെയാണ് ഡ്രൗണിങ് വരാനുള്ള മെയിൻ കോസസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സിംറ്റംസ്: ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ്, കഫിംഗ് ഓർ ചോക്കിംഗ്, ഫോം ഓർ ഫ്രോത്ത് അറൗണ്ട് ദ മൗത്ത് ഓർ നോസ്, ബ്ലൂ ടിങ്ഡ് സ്കിൻ, സയാനോസിസ്, അൺറെസ്പോൺസീവ്നെസ് ഓർ ലോസ് ഓഫ് കോൺഷ്യസ്നെസ്. അപ്പോൾ ഇത്രയാണ് സിംറ്റംസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പ്രിവെൻഷൻ. എങ്ങനെ ഡ്രൗണിങ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം? ലേൺ സ്വിമ്മിങ് ആൻഡ് വാട്ടർ സേഫ്റ്റി സ്കിൽസ്. സ്വിം ചെയ്യുന്നത് ലേൺ ചെയ്യുക. ദെൻ സൂപ്പർവൈസ് ചിൽഡ്രൻ ആൻഡ് ഇൻഎക്സ്പീരിയൻസ്ഡ് സ്വിമ്മേഴ്സ്. ചിൽഡ്രൻസിനെയും എക്സ്പീരിയൻസ് ഇല്ല സ്വിമ്മേഴ്സിനെയും അവരെ സൂപ്പർവൈസ് ചെയ്യുക. യൂസ് ഫ്ലോട്ടേഷൻ ഡിവൈസസ് ഓർ ലൈഫ് ജാക്കറ്റ് ഫ്ലോട്ടേഷൻ ഡിവൈസസ് ഒക്കെ യൂസ് ചെയ്യുക. അവോയ്ഡ് സ്വിമ്മിങ് അലോൺ or in the areas with strong currents. Follow pool and water safety rules. ഇത്രയാണ് നമുക്ക് പ്രിവെൻഷൻസ് ആയിട്ട് ഉള്ളത്. ഇനിയാണ് നമ്മൾ ഫസ്റ്റ് എയ്ഡ് ഫോർ ഡ്രൗണിങ് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരുന്നത്. ഇതിൽ ഫസ്റ്റ് എന്തൊക്കെയാണ് ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ പറ്റുന്നത്? ഡ്രൗണിങ് ആയിട്ടുള്ള ഒരാളെ നമ്മൾ കാണുന്ന സമയത്ത് ഫസ്റ്റ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കോൾ ഫോർ ഹെൽപ്പ് എന്നാണ്. എമർജൻസി നമ്പറിലേക്ക് വിളിച്ച് കാര്യം പറയുക. അതുപോലെ നമ്മുടെ ലൊക്കേഷൻ, എത്ര ആൾക്കാർ ഇതിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഡീറ്റെയിൽസൊക്കെ കൊടുക്കുക. അതാണ് ആദ്യം പറയുന്നത്. കോളിംഗ് ഫോർ ഹെൽപ്പ്. കോൾ ദ ലോക്കൽ എമർജൻസി നമ്പർ ഇമ്മീഡിയറ്റ്ലി. പ്രൊവൈഡ് ലൊക്കേഷൻ ആൻഡ് നമ്പർ ഓഫ് പീപ്പിൾ ഇൻവോൾവ്ഡ്. Then rescue technique. Reach or throw a flotation device to the person. Enter the water only if absolutely necessary. Remove the person from the water as quickly and safely as possible. So ഈ ഡ്രൗണിങ് ചെയ്യുന്ന ഒരാളുടെ അടുത്തേക്ക് എന്ത് ചെയ്യുക, ഫ്ലോട്ടേഷൻ ഡിവൈസസ് ഒന്ന് എറിഞ്ഞു കൊടുക്കുക. ആൻഡ് അതുപോലെ വെള്ളത്തിലേക്ക് ഇറങ്ങണം എന്നുള്ളത് വളരെയധികം നെസസറി ആയിട്ടുണ്ടെങ്കിൽ മാത്രം വെള്ളത്തിലേക്ക് ഇറങ്ങി ആളെ രക്ഷപ്പെടുത്തുക. ആൻഡ് നിങ്ങൾക്ക് എന്ത് അറിഞ്ഞിരിക്കണം, സ്വിമ്മിങ് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ആൻഡ് റിമൂവ് ദ വാട്ടർ ഫ്രം വെള്ളത്തിൽ നിന്ന് ആളെ എന്ത് ചെയ്യുക, സേഫ്റ്റിയും എത്രയും പെട്ടെന്ന് തന്നെ കരയ്ക്ക് എത്തിക്കുക. നെക്സ്റ്റ് തേർഡ് വരുന്ന സ്റ്റെപ്പാണ് ബേസിക് ലൈഫ് സപ്പോർട്ട് കൊടുക്കുക. ചെക്ക് ദ പേഴ്സൺസ് എയർവേ, ബ്രീത്തിങ് ആൻഡ് സർക്കുലേഷൻ. ABCs നമ്മൾ മുൻപ് പറഞ്ഞിരുന്നു. അത് ചെക്ക് ചെയ്യുക, എയർവേ ചെക്ക് ചെയ്യുക, ബ്രീത്തിങ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക, ആൻഡ് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടെന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക. സ്റ്റാർട്ട് CPR ഇഫ് ദ പേഴ്സൺ ഈസ് അൺറെസ്പോൺസീവ്. സോ എന്ത് ചെയ്യണം, CPR ആണ് നമുക്ക് ഡ്രൗണിങ് ഉള്ളൊരു വിക്ടിമിന് കൊടുക്കാൻ വേണ്ടി പറ്റുന്നത്. എന്താണ്? CPR ആണ്. CPR നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞു. 30 കംപ്രഷനും 2 ബ്രെത്തുമാണ് ഇതിൽ കൊടുക്കുന്നത്. അപ്പം CPR എത്രയും വേഗം സ്റ്റാർട്ട് ചെയ്യുക. ആൻഡ് പ്രൊവൈഡ് റെസ്ക്യൂ ബ്രീത്ത് ഇഫ് ദ പേഴ്സൺ ഈസ് നോട്ട് ബ്രീത്തിങ്. അപ്പം എന്താ, ബ്രീത്ത് ചെയ്യുന്നില്ലെങ്കിൽ ആൾക്ക് എന്ത് ചെയ്യുക, ബ്രീത്തും കൂടി കൊടുക്കുക. അപ്പം ഡ്രൗണിങ്ങിൻ്റെ മെയിൻ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് എന്താണ്? CPR ആണ്, കാർഡിയോ പൾമോണറി അസോസിയേഷൻ. ആൻഡ് അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 30:2 എന്നുള്ള കാര്യം നന്നായിട്ട് ഓർത്ത് വെക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡ്രൗണിങ്ങും അതുപോലെ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷനിലും പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.